ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ മേൽപ്പളഞ്ഞിയിലാണ്. അമ്പലത്തിലേക്ക് 2 വഴിയുണ്ട്. നമ്മൾ ഇന്ന് പോകുന്നത് സ്റ്റെപ്പ് കയറിയിട്ടാണ്. കൂട്ടുകാരെ, ഇവിടെയാണ് നമ്മൾ ആദ്യം തന്നെ പ്രാർത്ഥിക്കേണ്ടത്. കൂട്ടുകാരെ, നിങ്ങൾ ഇപ്പോൾ കാണുന്നത് മേൽപ്പളഞ്ഞിയിലെ മുട്ടയടിക്കുന്ന സ്ഥലത്താണ്. അപ്പൊ നമ്മൾ ഇവിടെ മുട്ട ഇറക്കുക, എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവാം. ഇവിടെ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ സ്റ്റെപ്പ് കയറി പോകുന്നത്. ഇവിടെ നടക്കുമ്പോൾ തന്നെ നല്ല സ്ഥലമൊക്കെ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല സ്ഥലം ഒക്കെയാണ്. ഇവിടെ വന്നിട്ട് കുറെ ആൾക്കാര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഗായ്സ്, ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് കയറാണ്. നല്ല നല്ല സ്ഥലമാണ് ഇവിടെ. അതിനെക്കൊണ്ട് തന്നെ ഇതിന് കയറാനൊക്കെ നല്ല സുഖമൊക്കെയാണ്. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ കയറി കുഴങ്ങും കേട്ടോ. ഇഷ്ടായിട്ടോ. ഗായ്സ്, ഇവിടെ നല്ല സ്ഥലമാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു പ്രാവശ്യം വരണമെന്ന് ഞാൻ പറയുന്നുണ്ട്. അത്രയ്ക്ക് നല്ല സ്ഥലമാണ് ഗായ്സ് ഇവിടെ. ഇങ്ങനെ കേറി പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കേറി തന്നെ പോകാൻ തോന്നും. ഗായ്സ്, സ്വാമി ഇവിടെ ഇല്ല. സ്വാമി ലണ്ടനിലാണ്. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ. രാത്രി ലൈറ്റൊക്കെ ഇട്ടാല് ഇവിടെ നല്ല സ്ഥലമായിരിക്കും. നല്ല രസമൊക്കെ ഉണ്ടാവും കേട്ടോ. അല്ല തന്നെ ഇപ്പൊ കാണുമ്പോ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. നമ്മളിപ്പോ ഇവിടെ എത്തി. കുറച്ചും കൂടി സ്റ്റെപ്പ് മാത്രം. ഇനി ഞാൻ ഇവിടെ കുറെ പ്രാവശ്യം വരും. ഇനി വരുമ്പോഴൊക്കെ ഞാൻ ഒരു സ്റ്റെപ്പ് കയറിയിട്ടായിരിക്കും വരിക. സ്റ്റെപ്പ് കയറുമ്പം എന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ ഇങ്ങനെ ഇന്നു കേട്ടോ. ഇവിടൊക്കെ കേറുമ്പോ കൊറേ വെള്ളമൊക്കെ ഉണ്ട്. ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഭംഗിയായിട്ടാണ് 2 രൂപങ്ങൾ ചെയ്തത് കേട്ടോ. ഒരു എന്താണ്, പിച്ചക്കാരാണെന്ന് തോന്നുന്നു. ഒരു പിച്ചക്കാരൻ്റെയും അവിടേക്കും ഇവിടെ ഗണപതിയാണ്. നല്ല രസമുണ്ട് ഇടയ്ക്ക് കാണാൻ കേട്ടോ. ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ഇത് ആൽമരാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതേപോലെ അവിടെ ഒരു നെല്ലിക്കാമരമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ സ്വാമീൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി അപ്പുറത്ത് ശിവനും പാർവതിയുമാണ്. ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കാണാൻ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്കൊരു പ്രാവശ്യം വരാനുള്ള സജസ്റ്റ് ചെയ്യുന്നു. അതൊക്കെ നല്ല സ്ഥലമൊക്കെയാണ്. ഈ മയിലാടുകുന്ന് എവിടെയാണ്, ഏത് ദേശത്താണെങ്കിലും വരാൻ പറ്റും. ഓക്കെ, ഇവിടെ മുട്ട ഇറക്കുന്ന സ്ഥലമാണ്. എന്ന് വെച്ചാൽ തേങ്ങ പൊട്ടിക്കുന്ന സ്ഥലം.
ഇവിടെ സ്വാമി വന്നിരുന്ന സ്ഥലമാണ്. സ്വാമി ഇപ്പോൾ ലണ്ടനിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പുറത്തെ സ്വാമിൻ്റെ ഫോട്ടോ ഒക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് കാണാം. ഇത് നാഗക്കാവാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത് പുല്ലും മരവും ഒക്കെ കൂടി ആയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു മിക്സഡ് സ്ഥലമൊക്കെയാണ്. ഇത് കാറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം തന്നെ കുറച്ച് ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ നടക്കാവാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇത് നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഞാൻ എവിടേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഞാൻ പോയെന്ന് ഇവിടെ ആയില്യ പൂജയായിരുന്നു, എന്നെക്കൊണ്ട് പോകാൻ പറ്റിയില്ല. ഇവിടേക്ക് അവിടെ പോകാൻ പറ്റും. ഗൈസ്, ഇവിടേക്ക് ഒരു രൂപമാണ്, പഴഞ്ഞ രൂപത്തിലാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആൽമരം. ഇത് ശിവനും പാർവതി. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞതാണ്. ഇത് നേത്തിയല്ലേ, ഇവ പറഞ്ഞല്ല. ഓക്കെ, ഇതൊന്നും എനിക്കറിയില്ല. ഓക്കെ, ഇവിടെ സ്വാമി വന്നിരുന്ന സ്ഥലമാണ് കേട്ടോ. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടെ ഫുൾ ലുക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു വേറെ ഒരു ഇതും കൂടി ഉണ്ട്. ഒക്കെ എനിക്ക് പറ്റുന്നത്ര വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇത് ബാമര ഒരു രൂപമാണ്, നിങ്ങൾക്ക് കാണിച്ചാൽ വിചാരിച്ച് കാണിച്ചതാണ്. ഇതാ പഴഞ്ഞീൻ്റെ രൂപം പോലെ തന്നെ നല്ല സൂപ്പറായിട്ട്. ഇവിടെ പല സ്ഥലത്തു നിന്നും ആളുകൾ വരും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ വേണ്ടി തോന്നില്ല കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഇവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഒക്കെയാണ്. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ കുട്ടിക്ക് കളിക്കാനും. പക്ഷേ നല്ല വെയിലായിരിക്കും. വൈകുന്നേരം സമയം ഒരു 3 മണിക്ക് ശേഷമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. കുറേ സമയം നടന്നിട്ടുണ്ടായിരുന്നു അതിലേക്കായിട്ട്. ഞങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്ന് കുറേ നോക്കി ഓരോരോ ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞങ്ങൾ കണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവാണ്. പിന്നെ അതാ നെല്ലിക്കമരം. ഇവിടെ ഏത് സമയത്തും ഇവിടെ നെല്ലിക്കേൻ്റെ മുകളിൽ ഫുൾ ടൈം നെല്ലിക്ക ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പം പോകുമ്പോഴും നെല്ലിക്ക കിട്ടലുണ്ട്. ഇങ്ങനെ തുരുതുരാന്നുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏത് സമയം പോകുമ്പോഴും നല്ലോണം നെല്ലിക്ക ഉണ്ടാവലുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. വലിയ നെല്ലിക്കയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടലുണ്ട്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ നടക്കും ശിവാനി. അപ്പോൾ അങ്ങനെ നെല്ലിക്ക 1, 2, 3 ഒക്കെ കിട്ടലുണ്ട്. രാത്രി സമയത്തൊക്കെ പോകുന്ന നേരം കുറേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ വിളക്ക് കത്തിക്കുന്ന ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെടുത്തുണ്ടെങ്കിൽ നെല്ലിക്ക ഞങ്ങൾക്ക് എടുത്ത് തരലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് അയ്യപ്പൻ്റെ ഇതാണ് കേട്ടോ, അവിടെ വിളക്ക് കത്തിക്കുന്നത്. പിന്നെ അതിൻ്റെ കുറച്ചുകൂടി താഴോട്ട് പോയാൽ അവിടെയാണ് ഭക്ഷണശാല, ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം. ഇവിടെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരമൊക്കെ ആയിട്ട് രാത്രിയായിട്ടൊക്കെ ഭക്ഷണം ഉണ്ട് കേട്ടോ. എപ്പം പോയാലും ഭക്ഷണമൊക്കെ ഉണ്ടാവും. പിന്നെ അതാ നെല്ലിക്ക, ഞങ്ങൾക്ക് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. ഇത് എടുത്ത് കഴിക്കുക കേട്ടോ ശിവാനി. പിന്നെ അതാ ഞങ്ങൾ ഗോശാലയിലേക്ക് പോയതാണ് കേട്ടോ. ഗോശാല കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടെ കുറേ പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വേറെ ആരെയും കണ്ടില്ല ഞങ്ങൾ. അവർ പശുവിനെ പരിചരിക്കുന്ന ആളെ അവിടെ കണ്ടില്ല. അപ്പോൾ അവരോടൊന്നും ചോദിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ കുറേ പശുക്കളുണ്ട്, ചെറിയതും വലിയതൊക്കെ ആയിട്ടുള്ള ഒരുപാട് പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ പശുവിന് പുല്ലൊക്കെ കൊടുത്തിട്ടോ. ശിവാനിക്ക് ഒരു ആഗ്രഹം പശുവിന് പുല്ലൊക്കെ കൊടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് വൈക്കോൽ അവിടെ ഉള്ളത് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളിങ്ങനെ ചോദിക്കുമായിരുന്നു, ഇത് എന്താണ്, പിന്നെ ഇതെന്താ ഇത്രയും പശുക്കൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പശുവിനൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതാ ഇതിലും കൂടുതലൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. അവിടെ അതാ ചെറിയ കുട്ടിക്ക്, ചെറിയ പശുക്കുട്ടിക്ക് പുല്ല് കൊടുക്കുക. അവൾ പേടിച്ചുകൊണ്ടാണ് കേട്ടോ പുല്ല് കൊടുക്കുന്നത്. അതാ അത് കഴിച്ച് അവൾ ബേക്കോട്ട് നിന്നുകൊണ്ടാണ് പശുവിന് വൈക്കോൽ എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അതാ അപ്പം അതിനെ കൊടുക്കുകയാണ്. അതാ
അത് പേടിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് കേട്ടോ. എന്നാലും അത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടുന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ അതാ പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഈ ഒരു ഇതാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റിയ എല്ലാ ശില്പങ്ങളും. ഇത് തമിഴ്നാട്ടിലെ ശില്പികൾ വന്നിട്ടാണ് കേട്ടോ ഇവിടെ ശില്പങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഇത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുന്ന പോലെ തന്നെ മാലയും വളയും പൊട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ എന്താണ് പ്രസാദമുണ്ട്. പഴയനിയിൽ നിന്ന് കിട്ടുന്ന മാതിരി തന്നെ പഴത്തിൻ്റെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോരോ താലത്തിൽ തേങ്ങയും മുട്ടിറക്കാനുള്ളതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ക്യാൻറ്റീനുണ്ട്. പിന്നെ അവിടെ എല്ലാ ഭക്ഷണങ്ങളും ചായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ കിട്ടും കേട്ടോ. ചെറുകടികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടേക്ക് 3-4 വഴികളുണ്ട് കേട്ടോ. ഏതിലേ വേണമെങ്കിലും വരാം. വെള്ളിയറമ്പത്ത് കൂടെ വരാം, കുറ്റിക്കാട്ടൂരിൽ കൂടെ വരാം. അങ്ങനെ കുറേ സ്ഥലത്തൂടെ വരാൻ പറ്റും. മുണ്ടിക്കത്താഴം വഴിക്ക് വരാം. അപ്പോൾ വരാത്ത ആളുകൾ ഒന്ന് വന്ന് കാണുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വീണ്ടും 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 നമുക്ക് വരാൻ വേണ്ടി തോന്നും. പിന്നെ അതാ താഴേക്ക് എന്താണ് ഓരോരോ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. അന്യസ്ഥലത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ ആളുകൾക്ക് പിന്നെ താമസ സൗകര്യത്തിനൊക്കെ വേണ്ടി. ഇപ്പോൾ വൈകുന്നേരത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. അവിടുത്തെ വിളക്ക് കത്തിയ സന്ധ്യാസമയത്തുള്ള ഒരു വ്യൂ ആണ്. ഈ ഒരു സമയത്ത് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഈ സമയത്ത് അവിടെ പോയാലാണ് കേട്ടോ നമുക്ക് ഒരു മനസ്സിനൊരു സുഖമാണ് കേട്ടോ ഈ സമയത്ത് അവിടെ പോയാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.